എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ തന്നെ മുടി കോതാനിരിക്കുകയാണ്. ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ സമയം ഒരു 11 മണിയായി കാണും. ജോലികളെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണി കഴുകാനുണ്ട്, അല്ലാതെ മറ്റ് ജോലികളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡ് മൊത്തം പോച്ച് കയറി കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മച്ചി നൈറ്റി ആശ്രയിച്ചത് കേട്ടോ. വ്ളോഗ് പോലത്തെ നൈറ്റിയാണ്. പക്ഷേ ഇതിടുമ്പം കിട്ടുന്ന ഒരു സുഖം മറ്റൊന്നിനും കിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് ഈ വ്ളോഗ് നൈറ്റികൾ. ഇത് അമ്മയുടെ നൈറ്റിയാണ്. അമ്മ ഇപ്പോഴും ഇല്ലല്ലോ. അപ്പം ഇത് ചുമ്മാതെ പഴയ ഡ്രസ്സാണ്. നമ്മൾ ഈ മീൻ വെട്ടുമ്പോഴും അങ്ങനെയൊക്കെ ഞാനിതിടും. എന്നിട്ട് മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും, ഒരു കെട്ടൊക്കെ കെട്ടി വെക്കും. അപ്പോൾ നമ്മുടെ കല്ലൂസ് ഇവിടെ നിൽപ്പുണ്ട്. കല്ലൂസിന് ഈ കെട്ട് കെട്ടുന്ന ഇഷ്ടമല്ല. എല്ലാ പിള്ളേർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, ചില കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കും. അപ്പോൾ കല്ലുനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോ, ഇതുണ്ടോ കല്ലൂസേ. ഇതാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു ചീപ്പാണ് കേട്ടോ. പൊന്നൂസിൻ്റെ തലയിൽ പേനുണ്ട്, എൻ്റെ തലയിലും ഉണ്ട്. ഇപ്പോൾ കല്ലൂസിൻ്റെ തലയിലും പേനൊക്കെ ഇങ്ങനെ പേനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ചീപ്പ് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം നീളത്തിലൊക്കെ മുക്കി, ഈ പെണ്ണ് കൊണ്ടുവന്ന് നീളത്തിലൊക്കെ മുക്കി. പക്ഷേ വളരെയധികം ഉപകാരപ്രദമായ ഒരു ചീപ്പാണ് ഇത് രണ്ടും കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്ട് ഇതിൻ്റെയൊക്കെ പല്ലൊക്കെ ഇളകിപ്പോയി, കാരണം അത്രത്തോളം യൂസ് ചെയ്ത ഒരു ചീപ്പാണ് ഇത്. അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ കുറേയൊക്കെ പേനൊക്കെ മാറി. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇത് വരും കേട്ടോ. കണ്ട് ഇത് കല്ലൂസിൻ്റെയാണ് കണ്ടോ. ഇത് ഇവളുടെ മുടി ഞാൻ വെട്ടി ഇങ്ങനെ റൗണ്ടിൽ വെട്ടിയിട്ടത് കേട്ടോ. പിന്നെയും കിളിച്ചു. ഇനിയാണെങ്കിൽ ഇപ്പോഴേ ഞാൻ വെട്ടുന്നില്ലെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ചുന്നരിക്കുട്ടിയുടെ മുടിയൊക്കെ അമ്മച്ചി വളർത്തി ഉന്തിരി വാവയാക്കും. എന്നാൽ കല്ല് ഉന്തിരി കാണിച്ചേ, ഉന്തിരി ഒന്ന് കാണിച്ചേ. ഉന്തരി എങ്ങനെ കാണിക്കുന്നത്? അങ്ങനെയല്ല, ഈ ചീപ്പ് എടുക്കല്ലേ. ചിച്ചി പിള്ളേരാണ് ഇനി ചീപ്പ് എടുക്കല്ലേ കേട്ടോ. അപ്പോൾ പറയാൻ വന്നതൊന്നുമല്ല, നമ്മൾ ഈ ചീപ്പ് രണ്ടും യൂസ്ഫുള്ളാണ്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഈരൊക്കെ വരുന്നത് ഏതാണ്ട് ഈ ചീപ്പിലാണ് കേട്ടോ. നല്ല ചീപ്പാണ്. പക്ഷേ ഇപ്പോൾ 2 തവണ മേടിച്ചപ്പോഴും ഇതിൻ്റെ പല്ലിങ്ങനെ ഇളകിപ്പോവുകയാണ്. എന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ചീപ്പ് യൂസ്ഫുള്ളാണ്. ഇന്നത്തെ പാചകങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പാചകം ചെയ്യാനായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനും എൻ്റെ കല്ലൂസും മാത്രം. അല്ലേ കല്ലൂസേ? കല്ലൂസേ ഒരു ഹായ് പറഞ്ഞേ. കല്ലൂസ് 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 അമ്മനാരായണ പറഞ്ഞേ. ആ ആ ആ ആ അമ്മയുടെ പേരെന്തുവാ? കല്ലു അമ്മയുടെ പേരെന്തുവാ? എടി കള്ളിയ, അമ്മയുടെ പേരെന്തുവാ? അമ്മയുടെ പേരെന്തുവാ? അമ്മയുടെ പേരെന്തുവാ പറഞ്ഞേ? അമ്മയുടെ പേരെന്തോന്ന് പറഞ്ഞപ്പം ഉദി. മോടെ അമ്മ വീട്ടിൽ വിളിക്കുന്നത് എന്തുവാ? ഉദി. സ്കൂളിൽ പോകുമ്പോ നമ്മൾ എന്തോ പേരിടുന്നേ? സ്കൂളിൽ പോകുമ്പോഴോ? സ്കൂളിൽ പോകുമ്പോ എന്തോ വിളിക്കുന്നേ? സ്കൂളെന്നാ പറയുന്നത് കേട്ടോ. സ്കൂളിൽ പോകുമ്പോ എന്തോ വിളിക്കുന്നു? നിളയോ? ഇത് നിളയാണ്, നിളയാണ്, നിളയാണോ? നിള ഭയങ്കര വഴക്കോടി മുറുതിയാണ് കേട്ടോ. എന്തുണ്ട് അഹങ്കാരിയാണി. അങ്ങ് പോയാട്ടെ, ഞാൻ അങ്ങ് പോയി അവിടെ നിന്ന് കളിച്ചു കേട്ടോ. ഇത് എൻ്റെ തയ്യൽ മെഷീൻ്റെ ആണ് കേട്ടോ. എനിക്കൊരു തയ്യൽ മെഷീനൊക്കെ ഉണ്ട്. അതിൻ്റെ ടേപ്പ് സൂചിയൊക്കെ ഇങ്ങനെ. തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ തയ്ക്കത്തൊന്നുമില്ല കേട്ടോ. ചെറിയ മെഷീൻ ഇങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നീളം കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് വേണ്ടതാണ് നിങ്ങൾ പിള്ളേർ. അപ്പം അത് കേടായതുകൊണ്ട് പിന്നെ ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ ഇനി എണ്ണ തേച്ചൊക്കെ കുളിക്കാനൊക്കെ പോവുകയാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നാം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അത് പോച്ച് കയറി കിടക്കുമെന്ന് പറഞ്ഞല്ലോ, ആ സൈഡിൽ എല്ലാം പോച്ച പറിച്ച് വൃത്തിയാക്കണം. ഞാൻ ഈ പോച്ച പറിക്കുന്നത് ഇങ്ങനെ മോന്തിയാണ് പോച്ച പറിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോച്ച നല്ല വൃത്തിയായിട്ട് അവിടെ കിടക്കത്തില്ല. നമ്മളിങ്ങനെ തൂമ്പായും കൊണ്ട് ചെത്തി എടുക്കുവാണെങ്കിൽ അവിടെ നല്ല ക്ലീൻ ആവത്തില്ലേ? ഇതങ്ങനെ ക്ലീൻ ആകത്തില്ല. ഞാൻ ചെത്തുന്ന എങ്ങനെയാണെന്ന് പറയും, മണ്ണും കൂടെ ചെത്തിയെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ. ചെറിയ വീഡിയോ, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയൊക്കെ ചെയ്തിട്ട് 42 സബ്സ്ക്രൈബേഴ്സേ ആയുള്ളൂ. ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? കൂടുതലും ത്യാഗങ്ങളൊക്കെ സഹിച്ചായിരിക്കും ചിലരൊക്കെ ഒരു 1K എങ്കിലും ആയതല്ലേ. ഷോർട്സൊക്കെ വ്യൂസൊക്കെ ഉണ്ടെങ്കിലും വലിയ നമ്മളെന്തോ കുറേ റീൽസിനൊക്കെ ഇങ്ങനെ താളം പിടിക്കുന്നതല്ലാതെ വലിയ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളൊന്നും ഇടുന്നില്ലെങ്കിൽ പോലും
ഇച്ചിരിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആവും കേട്ടോ. ഈ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്രയും സന്തോഷം ഉണ്ടാവുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വളരെയധികം പ്രശ്നങ്ങൾ കൂടുതലാണ്. അതിലിപ്പം ഇത്ര ലക്ഷമോ അത്ര ലക്ഷമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളുടെ പേരിൽ ധാരാളം വഴിക്കുകൾ നടക്കുന്നുണ്ട്. കാരണം എപ്പോഴും പൈസയാണല്ലോ മനുഷ്യരെ ശത്രുക്കളാക്കുന്നേ എന്ന് പറഞ്ഞതുപോലെ പൈസയ്ക്ക് നല്ല അത്യാവശ്യമുള്ള സ്ട്രഗ്ലിങ് പീരീഡ് തന്നെയാണ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. എനിക്കൊരു ജോലിക്ക് പോലും പോകാൻ പറ്റത്തുമില്ല, വിടത്തുമില്ല. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ്, പ്രോബ്ലംസ് എനിക്കുണ്ട്. ഇങ്ങനെ ഒരു ചാനലുള്ളത് കാര്യം പോലും ആർക്കും അറിയില്ല. കാരണം പറഞ്ഞിട്ടില്ല. ഇനി ഇത് ഏതെങ്കിലും മനുഷ്യർ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താൻ പറയുമായിരിക്കും. പക്ഷേ എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് പെട്ടെന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും പെട്ടെന്നൊരു വരുമാനം കിട്ടുന്ന ഒരു മാർഗമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ പോലും ആരുമില്ല. കാരണം നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഒരാളുണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഞാനൊരു മോളാണേ. അപ്പോൾ പിന്നെ എനിക്ക് ബ്രദറോ സിസ്റ്റേഴ്സോ ഒന്നും തന്നെ ഇല്ല. ഞാൻ മാത്രം. പിന്നെ എനിക്കൊരു അമ്മയുണ്ട്. പിന്നെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ തന്നെ കാണും. പക്ഷേ എങ്കിൽ പോലും പറയാമല്ലോ, ഓരോ മനുഷ്യരും പുറമേ കാണുന്നില്ല. നല്ല പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്നവരായിരിക്കും ലോകത്ത്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാവുന്നിടത്തോളം അനുഭവിച്ചു കഴിഞ്ഞു. മരിക്കണമെങ്കിൽ ഞാനൊക്കെ ഇനിയും മരിക്കേണ്ടതായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തതെന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊന്നുമില്ല. അതൊക്കെ ഇനിയും കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതാണ്ട് എൻ്റെ ഈ തക്കുടു ഒന്നും അറിയില്ല, കഷ്ടപ്പാവും. പിന്നെ എൻ്റെ മൂത്തമ്മോള് 2 പെൺകുട്ടികളാണ്. അവർക്ക് അമ്മയ്ക്ക് പകരം വേറൊരു അമ്മയെ മാറ്റി വെക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്കും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ. അതൊന്നും ഇതിലേക്കാട്ടി വലിയ പ്രശ്നം വാടകയ്ക്ക് താമസിക്കുന്നവർ, കീർക്കടക്കടവിലത്തവർ, എനിക്കേ ഉള്ള വീട്ടിലകത്ത്. ഇപ്പം എനിക്ക് ഇവിടെ ആയാലും ഉള്ള വീട്ടിൽ കഴിഞ്ഞ് പോകുന്നു അല്ലേ. എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ പോകുന്നു അല്ലേ. മിഠായി പിന്നെ ഈ മിഠായിലുണ്ടല്ലോ, ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ലതായിട്ട് കട്ടിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് പല്ലിലൊട്ടുമ്പോൾ ഇവള് തിന്നത്തില്ല. എല്ലാവർക്കും അങ്ങനെയാണ്. ഈ മിഠായി ഏത് മിഠായി ആയിരുന്നു മനെ? ഇത് പേരെന്താ? ഡയറി മിൽക്കിൻ്റെ ലോലിപോപ്പാണ്. ഇത് കുട്ടികൾക്ക് അധികം വാങ്ങിച്ച് കൊടുക്കരുതെന്ന് തന്നെ ഞാൻ പറയാം. വലിയൊരു കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഈ ഒരു 1-2 വയസ്സിനകത്ത് പല്ലിലൊട്ടി ഈ നമ്മുടെ നഖിൻ്റെ മേളിൽ അണ്ണാക്കില്ലേ, ആ ഭാഗത്തൊക്കെ ഒട്ടിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഓക്കാനിക്കും ഈ കൊച്ച്. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാം, ഇത് കഴിവതും ഇത് ഒരാൾ വാങ്ങി വന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാൻ പറ്റും. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഉണ്ടോ, ഇത് ഇളക്കാൻ എന്തോ പാടാന്ന്. എനിക്ക് ആളിഞ്ഞ ഈ മിഠായി എനിക്കും ഇഷ്ടമല്ല. ഫ്രീസറിൽ വെച്ചാൽ ഇത്രയെങ്കിലും കട്ട് ചെയ്ത് അമ്മ കഴിച്ചോട്ടെ. പറ്റിയാകാൻ തരത്തില്ല കേട്ടോ, കള്ളിയാള്. പല്ലിലിട്ടുവാ സ്വന്തം. അങ്ങോട്ടോ, ഇത് നല്ലതായിട്ട് ഇളക്കി വരുന്നത്. കാരണം ഇത് ഇച്ചിരി കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചിപ്പണ്ണിന്ന് സ്കൂളിൽ പെട്ടില്ല. ഞാൻ ആദ്യം എന്തോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇന്നലെ തലവേദനയായിട്ട് സ്കൂളിൽ നിന്ന് വന്നു. ഇന്ന് അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോഴും തലവേദന. കള്ളപ്പനിയൊന്നുമില്ല കേട്ടോ. പണ്ട് ഞാനൊക്കെ ഒത്തിരി കള്ളപ്പനിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര നിരാശയാണ്. കോളേജ്, സ്കൂള്, ഈ കാലഘട്ടമൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നു. അന്നൊക്കെ നേരെയോ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വല്ല ജോലിക്ക് പോയായിരുന്നെങ്കിൽ. ഇപ്പം 30 വയസ്സ് കഴിഞ്ഞ് ഈ പ്രായത്തിലൊക്കെ ഓരോരുത്തർ കല്യാണം കഴിക്കുന്നേ ഉള്ളൂ അല്ലേ. എന്തിനാ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി വരുന്ന കാര്യങ്ങൾ ചിന്തിക്കുക അല്ലേ. ഇതപ്പം പൊന്നൂസിനും കൂടെയാണ് ഈ കലുസ് മേടിച്ചുകൊണ്ട് പോകുന്നത്. കലുസേ നീ തന്നെ അമ്മ നോക്കട്ടെ. ഇത് 2 രൂപയുടെ ലോലിപ്പോപ്പാണ്. ഇതിന് ഏകദേശം 5 രൂപയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ ഈ ഒരു മുട്ടായി കിട്ടാൻ എന്തും വേണ്ടി കഴിച്ച് ഇപ്പം തിന്നുക, എടുത്ത് കളയുക അല്ലേ. ചിരിച്ചേ, ചിരിച്ചേ പറവട്ടെ, ചിരിച്ചേ കലുസ് ഒന്ന് ചിരിച്ചേടി, ചിരിച്ചേ.
അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ, ചിരിച്ചേ. കല്ലു 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 മോളെ, എൻ്റെ പൊന്നല്ലേ, അമ്മയ്ക്ക് ഒരു പാട്ട് പാടി തരൂ. കാക്കേ കാക്കേ കൂടെ എവിടെ നിന്ന് പാടിയോ? എന്തൊരു പാട്ടാണ് ആള് പാടുന്നത്. ഇത് കേക്കുന്ന കാക്ക കാക്ക. അയ്യോ കാക്കേ പറ്റിച്ചേ. ഇത് കള്ളിയാന്നേ, ഇത് കള്ളി. കല്ലുവിന്റെ വക നൃത്തങ്ങൾ. അണിയറയിൽ നിള ആർ നായർ. കൊള്ളാം കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ ആണ്ടാ വീട്ടിൽ നടക്കുന്നത് എൻ്റെ കൊച്ച്. അല്ലുമളെ 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 ഇങ്ങനെ വിളിക്കുമ്പോൾ കേട്ടോ ഒരുമാതിരി ആക്കിയ രീതി നമ്മളെ നോക്കും കേട്ടോ. അല്ലുമളെ അല്ലുമളെ ഓടിവാ ഓടിവാ. ഇതെന്തൊരു വരക്കമാണേ. ഇത് മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പാണോടെ. വാവേ ഇങ്ങോട്ട് നോക്കിയേ. എന്നാ പോ നിന്റെ പാട്ടിന്. അത് കൊള്ളാം. എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു പ്ലേസാണ് ഞാൻ രാവിലെ മിക്കം ചുറ്റുന്ന സ്ഥലം. അപ്പം നമ്മൾ ഇവിടെ അങ്ങോട്ട് വൃത്തിയാക്കാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ പറങ്കാവ് പൂത്തിട്ടുണ്ട്, നമ്മുടെ സപ്പോട്ടയ്ക്കാൻ നിൽക്കുന്നുണ്ട്, അങ്ങനെ പല പരിപാടി. അതെ ഞാൻ ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞിട്ട് കെട്ടി വൃത്തിയാക്കിക്കോളാം നോക്കിയാണ്. ഇത്രയും ഞാൻ പിഴുതാണ്, കൈ കൊണ്ട് പിഴുമ്പോൾ ഇത്ര വൃത്തി കിട്ടത്തില്ല. അപ്പം ബാക്കി ഇത്രയും പ്ലേസ് നമുക്കിന്ന് കാട് കളയണം. അപ്പോൾ കാടൊക്കെ കളഞ്ഞിട്ട് വന്നിട്ട് അയ്യം വൃത്തിയാക്കുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് ചേമ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇത്രയും ഭാഗം വൃത്തിയാക്കണം. അപ്പം ഇത്രയും ഭാഗം വൃത്തിയാക്കിയിട്ട് എല്ലാം എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഫോണിൽ 5% ചാർജുള്ളൂ. കല്ലൂസേ എൻ്റെ അമ്മച്ചി ഒന്നാമത്തെ പണിയായിപ്പോയി. അങ്ങനെ പോച്ചയൊക്കെ പറിച്ച് അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ചേമ്പും ചീനിയും കാണിച്ചില്ലായിരുന്നു. ചീനിയല്ല സോറി, കാച്ചിൽ, ഇതിൻ്റെ പേര് മാറ്റി. അതൊക്കെ ഞാൻ പുഴുങ്ങിയോടെ വെച്ച് എന്ത് വെച്ചില്ല, ചേമ്പും കാച്ചിലും കൂടെ പുഴുങ്ങിയപ്പോൾ അടിഞ്ഞു പോയി പറിച്ച്. എന്നാലും തണുക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ നല്ല കാന്താരി ചമ്മന്തി, കാണാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്, കാന്താരി ചമ്മന്തിയൊക്കെ വെച്ചിട്ട് കട്ടൻ ചായ ഇടുവാണ്. എന്നിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി മീൻകറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. മീൻ കുറച്ച് ഫ്രിഡ്ജ് ചെയ്യുന്നു. ഞാൻ ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കി വരുവാണ്. അപ്പോഴാണ് പിന്നെ വിചാരിച്ചു മീൻ വറുത്തതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക, ഇനി ഇതിൽ ഒഴിച്ച് ചാറൊക്കെ മുക്കി തിന്നിപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. കൊതി നമ്മളെ ഒന്നും സമ്മതിപ്പിക്കുന്നില്ലാന്നേ. നമുക്ക് വീട്ടിലെടുക്കാം. ഓക്കെ, എന്താണ് പറയുക. അപ്പം നമ്മുടെ തൈര്, ഉപ്പും മുളകും, കാന്താരി ചമ്മന്തി, ചൂര വറുത്തത്, കണ്ണിമങ്ങ അച്ചാർ ഇത്ര എടുത്തിട്ട് നമ്മുടെ അളിഞ്ഞതും അളിയാത്തതുമായ സംഭവങ്ങളെ ചൂട് പറക്കുന്ന കണ്ട് ഇങ്ങോട്ട് തട്ടുക. തട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിക്കുക. പിള്ളേർക്കിതൊക്കെ ഇഷ്ടപ്പെടും. അനണ്ട ചിലതൊക്കെയാണ് അളിഞ്ഞു പോയത് കേട്ടോ, ചിലതൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. അതിന് മുന്നേ നമ്മൾ കട്ടൻ ചായ കട്ടൻ ചായ വാങ്ങി വെച്ചിട്ടുണ്ട്. കൊതിയാണെങ്കിൽ മുന്നിൽ കല്ലൂസ് ഇവിടെ ബഹളം വെക്കുകയാണ്. പിള്ളേരെ പിടുത്തക്കാർ വന്ന കല്ലൂസേ കൊള്ളാവോ നാൻ കടിക്കാതെ. ചൂടേ കല്ലൂസിനാകെ പൊള്ളിയേ. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം. ബൈ.
പറയാൻ സമയമാണ്. ഇപ്പം പണ്ടത്തെ കൂട്ട് വയ്യ. അപ്പോൾ ഇത് ഇത്രയും കൂടെ നണ്ട് അവിടെ എല്ലാം ഇനി മരം മുറിച്ചതിൻ്റെ വേസ്റ്റുകൾ അതെല്ലാം അവിടെ കത്തിക്കണം ഇട്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒന്ന് ക്ലീനായി, കാടെല്ലാം ഒന്ന് പോയി. എങ്കിലും ഇനിയും കുറച്ച് പോച്ചകൾ പറിക്കാനും വൃത്തിയാവാനുണ്ട്. സ്ഥലം ഒന്ന് കാണിക്കാവേ. നമ്മളിങ്ങനെ പോച്ചകളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കാണിക്കാവേ. ഏകദേശം ഒരു 5 മണിയായി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങി, എനിക്ക് തല കറങ്ങി, എനിക്ക് ഏത് ബാലൻസിൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ തല കറങ്ങി. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വൃത്തിയായില്ലേ പോച്ച കുറച്ച്. എന്നാലും കുഞ്ഞു കുഞ്ഞു കുറ്റിപ്പോച്ചകളുണ്ട്, കാണിച്ചു തരാവേ. ഏകദേശം വൃത്തിയായില്ലേ? നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പോയി ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് വിളക്കൊക്കെ കത്തിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇനി വിളക്ക് കത്തിച്ചിട്ട് ഈ വീഡിയോ വെച്ച് നിർത്താം. വിളക്കിന് 3 പൂ വെച്ച് നമ്മുടെ ചെമ്പരത്തിയിൽ എന്നും പൂ കാണും കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് ഇരുട്ട്. അയ്യോ വല്ലാത്തൊരു അന്തരീക്ഷം അല്ലേ. 6 മണിയായിട്ടേ ഉള്ളൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി നാരായണായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം ലക്ഷ്മീകാന്തം കമലനയനം യോഗീ ഹൃദ്യാനഗമ്യം. വന്ദേ വിഷ്ണുഭയകരം സർവലോകൈകനാഥം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജം ഭൂഫലസാരവർഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സ്വാമീ ശരണമയ്യപ്പ. സ്വാമീ ശരണമയ്യപ്പോ. സ്വാമീ ശരണമയ്യപ്പോ. സ്വാമീ ശരണമയ്യപ്പോ. അനീകൃഷ്ണേ കൃഷ്ണ ഗുരുവായൂരപ്പ അമ്മേ ദേവി അയ്യപ്പ സ്വാമി ഗണപതി കാത്തുരക്ഷിക്കണേ സർവേശ്വര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ കണ്ണനെ കണ്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് മൂകാംബികയെന്ന് വാങ്ങിച്ച മൂകാംബിക ദേവിയുണ്ട്, എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഒരാളായിട്ട് ഞാൻ പേര് കെറിയിച്ചാലോ എന്ന് കരുതി ഞാൻ എല്ലാവരുടെ നാമവും വിളിക്കുന്നതായിട്ട് എന്നുള്ള പതിവാണ്, കുഞ്ഞിലേ തൊട്ടുള്ള ശീലമാണ്. അത് തന്നെ ഇപ്പോഴും തുടർന്നു. അപ്പോൾ അധികം ബോറടിപ്പിക്കുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും